الشيطان الرجيم. بسم الله الرحمن الرحيم. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون. بسم الله الرحمن الرحيم. അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും തിരുവനന്തപുരം നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുഖത്തേങ്ങളായി ജീവിച്ചു കഴിക്കാൻ എങ്ങനെയൊക്കെ പരിശ്രമിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുവാൻ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ അൽ ഹൽഫ് സത്യം ചെയ്യൽ എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കുഫ്ർ ചെയ്തു, ശിർക്ക് ചെയ്തു. ഇനി ഒരാൾ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു പോയാൽ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വീണ്ടും പറയണം. ഇതായിരുന്നു കഴിഞ്ഞ ഖുതുബയിലെ ആകത്തുക. ആ വിഷയത്തിന്റെ തുടർച്ചയെന്നോളം ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 2 ആളുകൾ വരികയാണ്. അവർ തമ്മിൽ തർക്കമുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സത്യം ചെയ്യിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിറജുലി, ഒരു മനുഷ്യനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലഫഹു, അദ്ദേഹത്തെ കൊണ്ട് പ്രവാചകൻ സത്യം ചെയ്യിച്ചു. അഥവാ പ്രവാചകൻ സത്യം ചെയ്യിപ്പിച്ച ഒരു മനുഷ്യനോട് പ്രവാചകൻ പറയുകയാണ്, യഹ്ലിഫ് ബില്ലാഹ്, നീ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല, അവനല്ലാതെ വേറൊരു ഇലാഹില്ല. ആ ഏകനായ ഇലാഹായ ആരാധ്യനായ അല്ലാഹുവിനെ കൊണ്ട് നീ സത്യം ചെയ്യണം. എന്നിട്ട് പ്രവാചകൻ ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, മാലഹു ഇൻദക ശൈഉൻ, നിന്റെ അടുക്കൽ അവനുള്ള ഒന്നുമില്ല, അവന്റെ അവകാശം ഒന്നും നിന്റെ പക്കൽ ഇല്ല എന്നതിന് നീ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നതായ ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, അവന്റെ ഇസ്മു കൊണ്ടല്ലാതെ, നാമങ്ങൾ കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ സിഫത്തുകൾ അവന്റെ വിശേഷണങ്ങൾ കൊണ്ടല്ലാതെ വേറെ ഒരു സത്യം ചെയ്യാൻ പാടുള്ളതല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സത്യം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗനരകങ്ങളെ എല്ലാം സൃഷ്ടിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസിന്റെ ആശയം, സ്വർഗ്ഗനരകങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും എന്നിട്ട് അതിനുശേഷം സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് പോയി നോക്കുവാനും നരകത്തെ ഒന്ന് കണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ
പറഞ്ഞു തുടങ്ങുമ്പോൾ ആ തുടക്കത്തിന് മുമ്പായി കൊണ്ട് അദ്ദേഹം പറയുകയാണ്, സത്യം ചെയ്യുകയാണ്, വഇസ്സതിക, നിന്റെ ഇസ്സത്ത് കൊണ്ട്, അല്ലാഹുവേ നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അസീസാൻ, പ്രതാപവാനാണ്. അത് അല്ലാഹുവിന്റെ സിഫത്താണ്, അല്ലാഹുവിന്റെ വിശേഷണമാണ്. അല്ലാഹുവിന്റെ സിഫത്ത് കൊണ്ടും അതുപോലെ തന്നെ അവന്റെ നാമങ്ങൾ കൊണ്ടുമല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സത്യം ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് വഇസ്സതിക, നിന്റെ ഇസ്സത്ത് കൊണ്ട്, നിന്റെ പ്രതാപം കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്വർഗത്തിലും നരകത്തിലും കണ്ട കാഴ്ചയെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചത്. ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പ്രവാചകൻ സത്യം ചെയ്ത ശൈലി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അലി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ അക്സറു മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ലിഫു ബിഹാദിഹിൽ യമീൻ ലാ മുഖല്ലിബിൽ ഖുലൂബ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യുമ്പോൾ അധിക സമയവും ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് പ്രവാചകൻ സത്യം ചെയ്തത്? ലാ ഇല്ല വ മുഖല്ലിബിൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ഇത്തഖദ ഫിൽ യമീൻ, സത്യം ചെയ്യേണ്ടി വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അവിടുന്ന് പറയുകയാണ്, വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, അബുൽ ഖാസിമിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. പ്രവാചകൻ സത്യം ചെയ്ത ഒരു ശൈലിയാണ്. ആരാണ് അബുൽ ഖാസിം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പ്രവാചകന്റെ ഉനിയത്താണ്, പ്രവാചകന്റെ ചെല്ലപ്പേരാണ്. ആ പ്രവാചകന്റെ ഉനിയത്ത് മറ്റൊരാളും ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല. അബുൽ ഖാസിം എന്നത് പ്രവാചകന്റെ ഉനിയത്താണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സത്യം ചെയ്തത് വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, അബുൽ ഖാസിമിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്നിങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യുകയാണ്. വീണ്ടും പ്രവാചകന്റെ ശൈലി നമുക്ക് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ കാനത് യമീനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യുമായിരുന്നു. ഇദാ ഹലഫ യഖൂൽ, സത്യം ചെയ്യുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ലാ വ അസ്തഗ്ഫിറുല്ലാഹ്, ഇല്ല ഞാനിതാ അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുന്നു എന്നിങ്ങനെ സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രവാചകന്റെ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, മുൻഗാമികളുടെ രീതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ വേറൊരു സത്യം നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇനി സത്യം ചെയ്താൽ ഏതൊരു കാര്യമാണോ നാം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ആ സത്യം ചെയ്ത കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അനിൽ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു ഖാൽ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസബഇൻ, ഏഴ് കാര്യങ്ങൾ കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു. ഏതൊക്കെയാണ് ഏഴ് കാര്യങ്ങൾ? അമറനാ ബിത്തിബാഇൽ ജനായിസ്, ജനാസയെ മയ്യിത്തിനെ അനുഗമിക്കാൻ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഇയാദത്തിൽ മരീദി, രോഗിയെ സന്ദർശിക്കാൻ. വതശ്മീതിൽ ആതിസ്, തുമ്മുന്ന ആൾക്ക് തശ്മീത് ചെയ്യുക, അഥവാ തുമ്മുന്ന വ്യക്തി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കേട്ട വ്യക്തി യർഹമുക്കല്ലാഹ് എന്ന് പറയുക. വഇജാബത്തിദ് ദാഇ, ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക. വനസ്രിൽ മദ്ലൂമി, ഒരു മർദിതനെ ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക. വഇബ്റാരിൽ ഖസമി, സത്യം ചെയ്താൽ അത് പാലിക്കുക. വറദ്ദിസ്സലാം, സലാം അടക്കുക. ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വഇബ്റാരിൽ ഖസമി, സത്യം ചെയ്താൽ അത് പാലിക്കുക എന്നുള്ളത്. പലപ്പോഴും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമ്മൾ സത്യം ചെയ്യുന്നു, ആ ചെയ്ത സത്യങ്ങൾക്ക് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല, ആ സത്യങ്ങൾ നമ്മൾ പാലിക്കുന്നില്ല. പലപ്പോഴും കളിയായി, തമാശയായി, കള്ളത്തരത്തിന് വരെ സത്യം ചെയ്യുന്ന, കൂട്ടു നിൽക്കുന്ന പ്രവണത നമ്മിൽ പല ആളുകളിലും
ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിരി, വൻ പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? സലാസ, 3 വട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. സ്വഹാബത്ത് കേൾക്കാത്തത് കൊണ്ടോ കേട്ട സ്വഹാബത്തിന് പ്രവാചകന്റെ ചോദ്യം തിരിയാത്തത് കൊണ്ടോ അല്ല, നേരെ മറിച്ച് പറയാൻ പോകുന്ന വിഷയം അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കുകയാണ്. ചോദ്യം 3 തവണ ആവർത്തിച്ചു. എന്തായിരുന്നു ചോദ്യം? അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിരി, വൻ പാപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ? ഖാലു, സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ പ്രവാചകനെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനും. ഖാല, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഒന്നാമതായി പ്രവാചകൻ ശിർക്കിനെ കുറിച്ച് പറയുകയാണ്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്, അവരോട് എതിര് പ്രവർത്തിക്കലാണ്. എന്നിട്ടോ വജലസ വകാന മുത്തഖിഅൻ, ഈ 2 കാര്യങ്ങളും പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി ഇരിക്കുകയായിരുന്നു. ചാരി ഇരുന്നുകൊണ്ട് സംസാരിച്ച പ്രവാചകൻ ഒന്ന് നേരെ ഇരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അലാ, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, വഖൗലു സൂർ, കള്ളസാക്ഷി പറയലാണ്. കള്ളസാക്ഷി പറയലാണ്. മഹാപാപങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും പറയുമ്പോൾ പ്രവാചകൻ ചാരിയിരിക്കുന്ന അവസ്ഥയിലാണ്. ചാരിയിരുന്ന പ്രവാചകൻ നേരെ ഇരുന്നിട്ട് പ്രവാചകൻ അവരോട് പറയുകയാണ്, അലാ വഖൗലു സൂർ, നിങ്ങൾ മനസ്സിലാക്കണം, കള്ളസാക്ഷി പറയലാണ്, കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കലാണ്, കള്ളസത്യം ചെയ്യലാണ്. ഫമാ സാല യുകദ്ദിറുഹാ ഹത്താ ഖുൽനാ ലൈതഹു സകത, ഈ സെന്റൻസ് പ്രവാചകൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല. ഏത് വാചകം? അലാ വഖൗലു സൂർ, കള്ളസാക്ഷി പറയൽ, അത് വൻ പാപങ്ങളിൽ പെട്ടതാണെന്ന് പ്രവാചകൻ ആവർത്തിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ ഒന്ന് മിണ്ടാതിരുന്നെങ്കിൽ, പ്രവാചകൻ തന്റെ സംസാരം നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകുന്ന അവസ്ഥ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് പ്രവാചകന്റെ സ്വഹാബത്ത് പറയുകയാണ്. കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുക, തനിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടി കള്ളസാക്ഷി പറയുക, എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ. കള്ളസത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലേക്കാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഇബ്രാഹിം ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ അലാ യമീനിൻ മസ്ബൂറത്തിൻ കാദിബൻ, തനിക്ക് നിർബന്ധമായി വന്ന കാര്യത്തിൽ ഒരാൾ കള്ളസത്യം ചെയ്താൽ, സത്യം ചെയ്യേണ്ട നിർബന്ധിത സാഹചര്യമുണ്ടായി, ആ ഘട്ടത്തിൽ ഒരാൾ കള്ളസത്യം ചെയ്താൽ ഫല്യതബവ്വ ബിവജ്ഹിഹി മഖ്അദഹു മിനന്നാർ, അവന്റെ മുഖം കൊണ്ട് അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ, അഥവാ നരകത്തിൽ അവൻ മുഖം കുത്തിയ അവസ്ഥയിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജീവിതത്തിൽ എത്രയോ തവണ കള്ളസത്യം ചെയ്തിട്ടുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ട വിഷയമാണ്. ഇനി അതുപോലെ തന്നെ ഒരാളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കള്ളസത്യം ചെയ്യുന്ന ആളുകളുണ്ട്. ആ വിഷയത്തിന്റെ ഗൗരവം പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹലഫ അലാ യമീനിൻ ഹുവ ഫീഹാ ഫാജിറുൻ ലിയഖ്തതിഅ ബിഹാ മാലം ലിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ സമ്പത്ത് അപഹരിക്കാൻ, അവന്റെ സമ്പാദ്യം തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ ലഖിയല്ലാഹ്, അങ്ങനെ കള്ളസത്യം ചെയ്ത ആളുകൾ അല്ലാഹുവിനെ കണ്ടുമുട്ടും. വഹുവ അലൈഹി ഖുദ്ബാൻ, ഏതവസ്ഥയിൽ? അല്ലാഹു അവന്റെ മേൽ കോപിക്കുന്ന അവസ്ഥയിലായി നാളെ പരലോകത്ത് അവനെ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മറ്റൊരാളുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി കള്ളസത്യം ചെയ്യുന്ന ആളുകൾക്ക് നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. അന അബീ ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖതഅ ഹഖ്ഖൻ മുസ്ലിമിൻ ബിയമീനിഹി, ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി
കള്ള സത്യം ചെയ്താൽ ഫഖദ ഔജബല്ലാഹു ലഹുന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നരകം നിർബന്ധമാക്കുകയാണ്. വഹറമ അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗത്തെ നിഷിദ്ധമാക്കുകയാണ്. നരകം നിർബന്ധമായി, സ്വർഗ്ഗം നിഷിദ്ധമായി. ഫഖാല ലഹു റജുലുൻ, ഇത് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വൈൻ കാന ശൈഅൻ യസീറൻ, ഒരു നിസ്സാരമായ കാര്യത്തിന് വേണ്ടി, വലിയ വിഷയമല്ല, ഒരുപാടൊന്നുമില്ല, വളരെ ചെറിയ നിസ്സാരമായ ഒരു സംഗതിയാണ് കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരാൾ നേടിയെടുത്തതെങ്കിലോ, ഖാല, പ്രവാചകന്റെ മറുപടി, വഹിൻ ഖദീബൻ മിൻ അറാഖിൻ, അറാഖിന്റെ പുള്ളിയാണെങ്കിലും, അഥവാ അറാഖ് വൃക്ഷത്തിന്റെ ഒരു വേരിന്റെ കഷണമോ ഒരു ആ മരത്തിന്റെ ഒരു ചില്ലയോ, അത്രയും ചെറിയ കാര്യമാണെങ്കിൽ പോലും കള്ളസത്യം ചെയ്തുകൊണ്ട് ആരുടെയെങ്കിലും മുതൽ അന്യായമായി നീ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ സ്വർഗ്ഗം ഹറാമാണ്, നരകം വാജിബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, കച്ചവട മേഖലയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആ കച്ചവടത്തിന്റെ സന്ദർഭത്തിൽ പല കാര്യങ്ങളിലും തനിക്ക് സത്യം ചെയ്യേണ്ടി വരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന അബീ ഖത്താദത അൽ-അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം, വകസറതൽ ഹരിഫി ഫിൽ ബൈഇ, കച്ചവടത്തിൽ സത്യം അധികരിപ്പിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ കച്ചവടം ചെയ്യുന്ന സന്ദർഭത്തിൽ അധികമായി സത്യം ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫൈനഹു യുനഫിഖു സുമ്മ യംഹഖു, ആ സത്യം ചെയ്യൽ നിങ്ങളുടെ ചരക്കിനെ ചെലവഴിപ്പിക്കും, വിറ്റഴിപ്പിക്കും, പക്ഷേ അത് നിങ്ങളുടെ സമ്പത്തിനെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ആശയം ഉൾക്കൊള്ളുന്ന മറ്റു ചില ഹദീസുകൾ കൂടി പ്രവാചകനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഹലിഫു മൻഫഖതുൽ ലിസ്സിഅതി, സത്യം ചെയ്യൽ കച്ചവടത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ ആ സത്യം നിങ്ങളുടെ ചരക്കിനെ ചിലവഴിപ്പിക്കും. എന്നാൽ മംഹഖതുൽ ലിൽകസ്ബി, നിങ്ങളുടെ സമ്പാദ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അൽ ഹലിഫു, സത്യം ചെയ്യൽ, മൻഫഖതുൽ ലിസ്സലഅതി, ചരക്കുകളെ ചെലവാക്കുന്നതും, മംഹഖതുൽ ലിൽ ബർക്കതി, ബർക്കത്തിനെ നശിപ്പിക്കുന്നതുമാണ്. മൂന്ന് ഹദീസുകൾ. ഈ മൂന്ന് ഹദീസുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താ? ഏതൊരു കച്ചവടക്കാരനും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, തന്റെ കടയിലിരിക്കുന്ന കച്ചവട വസ്തു ഏതാണോ, ചെറുതാകട്ടെ വലുതാകട്ടെ, റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവനാണെങ്കിലും ഹോൾസെയിൽ നടത്തുന്നവനാണെങ്കിലും കോടികളുടെ ബിസിനസ് ചെയ്യുന്നവനാണെങ്കിലും ചെറുകിട വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും ഏതൊരാൾ മനസ്സിലാക്കണം, നിങ്ങൾ അധികമായി സത്യം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ കള്ളസത്യം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ കടയിലിരിക്കുന്ന വസ്തുവിന് ഇല്ലാത്ത പോലിശ പറഞ്ഞുണ്ടാക്കി ആ വസ്തു വാങ്ങാൻ വരുന്ന ആളുകളിലേക്ക് നിങ്ങളത് അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ ശൈലി നിങ്ങളുടെ ചരക്കിനെ വിറ്റഴിക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സമ്പാദ്യം നശിച്ചു പോകും, ആ സമ്പാദ്യത്തിൽ ബർക്കത്തുണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. പല ആളുകൾ പറയാറുണ്ട്, കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്, പെട്ടിയിൽ പൈസ വീഴുന്നുണ്ട്, പക്ഷേ അതെല്ലാം ഏത് വഴിക്കാണ് ചെലവാകുന്നത് എന്നറിയുന്നില്ല. പൈസ ഒരുപാട് കയ്യിൽ വരുന്നുണ്ട്, ഒരുപാട് റോളിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാ മാസാവസാനവും കണക്ക് കൂട്ടുമ്പോൾ കടം ഇങ്ങനെ കൂടി വരികയാണ്. എത്ര കിട്ടിയാലും തികയുന്നില്ല, എത്ര കിട്ടിയിട്ടും ബർക്കത്തില്ല, അതിലൊരു ഐശ്വര്യമില്ല. ഇത് പല ആളുകളുടെയും അനുഭവമാണ്. പ്രവാചകൻ പറയുകയാണ്, കച്ചവട രംഗത്ത് അധികമായി സത്യം ചെയ്യുന്നത്, വാചാലമായി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ കച്ചവട ചരക്കുകളെ നിങ്ങൾ വിറ്റഴിക്കുമ്പോൾ കച്ചവടം നടക്കുന്നു, ചരക്കുകൾ ചെലവാകുന്നു, സമ്പത്ത് വരും, പക്ഷേ ആ സമ്പത്ത് നശിച്ചു പോവുകയാണ്. അതിൽ അല്ലാഹുവിന്റെ ബർക്കത്തില്ല.
കള്ളസത്യം ചെയ്തുകൊണ്ട് വിജയിക്കാൻ ശ്രമിച്ചാൽ നാളെ പരലോകത്ത് നേരിടേണ്ടി വരുന്ന പ്രയാസം എത്രയാണ്. പ്രവാചകൻ പറയുകയാണ്, മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയുമില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, ഇതിനെല്ലാം പുറമെ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കും. ഫഖറഅഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ മിറാർ. ഈ സെന്റൻസുകൾ പ്രവാചകൻ 3 തവണ ഇങ്ങനെ ആവർത്തിച്ചു. ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് ഞാൻ പ്രവാചകരോട് ചോദിച്ചു, ഖാബു വഖസിറു മൻഹും യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാണ് ആ 3 വിഭാഗം ആളുകൾ? അവർ അങ്ങേയറ്റം നഷ്ടക്കാരാണ്, അങ്ങേയറ്റം പരാജിതരാണ്. അല്ലാഹു സംസാരിക്കുന്നില്ല പരലോകത്ത്. അവരിലേക്ക് അല്ലാഹു അവന്റെ കാരുണ്യത്താലുള്ള ഒരു നോട്ടം നോക്കുന്നില്ല. പാപങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ ശുദ്ധീകരിക്കുന്നില്ല. അവർ അങ്ങേയറ്റം നഷ്ടക്കാരാണല്ലോ പ്രവാചകരെ. അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിരുന്നവൻ, പുരുഷന്മാരെ പറ്റിയാണ് പറയുന്നത്. 2 വൻമന്നാൻ, ചെയ്തത് എടുത്തു പറയുന്നവൻ, ആളുകളെ സഹായിക്കുന്നുണ്ട്, ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ചെയ്തതിന്റെ പേരിൽ അവരെ ഉപദ്രവിക്കുക, ആ ചെയ്ത കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുക. മൂന്നാമത് പറഞ്ഞത് വൽ മുനഫിഖു സിലഅതഹു ബിൽ അൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ വിറ്റഴിക്കുന്നവൻ. ഈ 3 കൂട്ടരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും സത്യത്തിന് എതിരായിക്കൊണ്ടുള്ള ഒരു നിലപാടെടുക്കാൻ പാടുള്ളതല്ല. കള്ളസത്യം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സത്യം ചെയ്തു, നല്ല കാര്യമാണ് എന്ന് വിചാരിക്കുക. ആ സത്യം ചെയ്തതിനു ശേഷം അതിനേക്കാളും ഹൈറായ ഒരു കാര്യം നാം കാണാൻ ഇടവന്നു എങ്കിൽ എന്താണ് നാം ചെയ്യേണ്ടത്? അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹലഫ അലാ യമീൻ, ആരെങ്കിലും ഒരു സത്യം ചെയ്തു, ഫറഅ ഗൈറഹാ ഖൈറൻ മിൻഹാ, അങ്ങനെ ആ സത്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഹൈറായ മറ്റൊരു കാര്യം കാണാനും കേൾക്കാനും ഇടയായി എങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഫലിയുകഫിർ അൻ യമീനിഹി, അവൻ ആദ്യം ചെയ്ത സത്യം ഉണ്ടല്ലോ അത് ലംഘിക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത സത്യം ലംഘിച്ചതിന് പ്രായശ്ചിത്തം ചെയ്യുകയും പിന്നീട് ഉത്തമമായി കണ്ട കാര്യം ഏതാണോ അത് പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പൊ ആദ്യം ചെയ്ത സത്യത്തെക്കാൾ ഹൈറായ മറ്റൊരു കാര്യം കണ്ടു എങ്കിൽ രണ്ടാമത് കണ്ട ആ ഏറ്റവും ഉത്തമമായ കാര്യം നിർവഹിക്കുക. അപ്പോൾ ആദ്യം ചെയ്ത സത്യം അത് നിർവഹിക്കുന്നില്ല എങ്കിൽ അതിന്റെ പേരിൽ അവൻ എന്തു ചെയ്യണം? സത്യലംഘനത്തിന്റെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതുപോലെ തന്നെ സത്യം ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹലഫ, ആരെങ്കിലും സത്യം ചെയ്തു, ഫഖാല, ആ സമയത്ത് അവൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ലം യഹ്നസ്, അയാൾ സത്യലംഘനം ചെയ്ത ആളായി തീരുകയില്ല. ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞു, ആ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു, ആ സത്യം ചെയ്ത കാര്യം അയാൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന്റെ പേരിൽ അയാൾ സത്യം ലംഘിച്ചവനായി അഥവാ കുറ്റക്കാരനായി തീരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം ഇമാം ബുഖാരിയും അതുപോലെ നസായിയും ഒക്കെ ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസിൽ കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ എന്റെ 90 പത്നിമാരുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. എന്റെ 90 ഭാര്യമാർ, എല്ലാ ഭാര്യമാരുടെയും കൂടെ ഇന്നത്തെ രാത്രി ഞാൻ ചെലവഴിക്കും. അങ്ങനെ എന്റെ ഭാര്യമാരിൽ ഉണ്ടാകുന്ന
എല്ലാ കുട്ടികളും അഥവാ 90ഓളം മക്കൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളായി ഞാൻ അവരെ വളർത്തുകയും ചെയ്യുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പ്രതിജ്ഞ ചെയ്തു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് കൂടി പറയുക. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അദ്ദേഹം ആ രാത്രി എല്ലാ ഭാര്യമാരുടെയും കൂടെ ആ രാത്രി അദ്ദേഹം ചെലവഴിച്ചു. 90 ഭാര്യമാരുടെയും കൂടെ അദ്ദേഹം രാത്രി സമയം ചെലവഴിച്ചു. ഒരു ഭാര്യ ഒഴിച്ച് വേറെ ഒരു ഭാര്യയും ഗർഭം ധരിച്ചില്ല. ആകെ ഗർഭം ധരിച്ചത് ഒരേ ഒരു ഭാര്യയായിരുന്നു. ആ ഭാര്യ പ്രസവിച്ചതാകട്ടെ ഒരു അർദ്ധ മനുഷ്യരെയായിരുന്നു, പൂർണ്ണമായ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നില്ല. ഈ രംഗം വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, വഅയ്മുല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ ഖാല ഇൻഷാ അല്ലാഹ്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലജാദു ഫീ സബീലില്ലാഹി ഫുർസാനൻ അജ്മഈൻ, അവരെല്ലാവരും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളായി തീരുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം സത്യം ചെയ്തു പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് കൂടി പറയുക. ആ സത്യം ചെയ്ത കാര്യം നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അതിന്റെ പേരിൽ ആ മനുഷ്യൻ കുറ്റക്കാരനായി തീരുകയില്ല. ഇനി ഒരാൾ സത്യം ചെയ്തു, ആ ചെയ്ത സത്യം അയാൾ പാലിച്ചില്ല, അയാൾ അത് ലംഘിച്ചു എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി സത്യം ചെയ്യാതിരിക്കുക. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സത്യം ചെയ്യുന്ന ശീലം ഒഴിവാക്കുക. സത്യം ചെയ്യേണ്ട അനിവാര്യമായ ഒരു ഘട്ടം വന്നാൽ, നിർബന്ധിത സാഹചര്യം വന്നാൽ മാത്രം നാം എന്ത് ചെയ്യുക? സത്യം ചെയ്യുക. സത്യം ചെയ്താൽ അത് പാലിക്കുക. തെറ്റായ കാര്യത്തിന് വേണ്ടി ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല. ഇനി ഒരാൾ സത്യം ചെയ്തു, പിന്നീട് താൻ ചെയ്ത സത്യം തെറ്റായ കാര്യത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ സത്യം ലംഘിക്കുകയും ആ സത്യലംഘനത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയും വേണം. പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സത്യം ചെയ്യുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരാൾ സത്യം ലംഘിച്ചാൽ അതിന്റെ പ്രായശ്ചിത്തം എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആമുഖമായി നിങ്ങളുടെ മുന്നിൽ ഓതിവെച്ച 5-ാം അധ്യായം സൂറ മാഇദയിലെ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും, ബോധപൂർവമല്ലാത്ത സത്യങ്ങളുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടികൂടുന്നതല്ല. എന്നാൽ വലാകി യുആഖിദുകും ബിമാ അഖതുൽ അയ്മാൻ, നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ ഉറപ്പിക്കുന്നത് മൂലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടികൂടുന്നതാണ്. ഇനിയോ ഫകഫാറതുഹു, ഒരാൾ സത്യം ചെയ്തു, അത് ലംഘിച്ചു എങ്കിൽ അതിന്റെ കഫാറത്ത്, അതിന്റെ പ്രായശ്ചിത്തം ഇത്ആമു 10 മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലികും, 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ്. തന്റെ വീട്ടുകാർക്ക് നൽകുന്നത് പോലെ മധ്യനിലയിലുള്ള ഭക്ഷണം, ഒരു മീഡിയം ലെവൽ. സാധാരണഗതിയിൽ നാം നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന തോതിലുള്ള ഭക്ഷണം ഏതെങ്കിലും ഒരു 10 പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ 10 പാവങ്ങൾക്ക് വസ്ത്രം നൽകുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ 3 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പ് അനുഷ്ഠിക്കുക. ഇതാണ് നിങ്ങളുടെ സത്യലംഘനത്തിന്റെ പ്രായശ്ചിത്തം. ഇതാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്താൽ അത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം ഇതൊക്കെയാണ്. വഹ്ഫദു അയ്മാനകും, നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെ കാത്തു സൂക്ഷിക്കുക. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഷ്കുറൂൻ, അപ്രകാരം അല്ലാഹു അവന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ മാഇദ 89-ാമത്തെ വചനം. ഇതാണ് സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്.
ഇനി ഇതിനോട് ചേർത്തൊരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ആഴ്ചയിലും ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചതാണ് ഈ വിഷയം നാം ചർച്ച ചെയ്തപ്പോൾ. എന്താണ് ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റുമോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യരുത്. ഇനി അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അസ്മാഉ വസിഫാത്ത് കൊണ്ടായിരിക്കണം. അത് തൗഹീദിന്റെ ഒരു പാർട്ടാണ്. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് നമുക്ക് സത്യം ചെയ്യാം. അല്ലാഹുവിന്റെ സിഫത്തുകൾ, അവനുള്ള വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ സിഫത്ത് കൊണ്ടും നമുക്ക് സത്യം ചെയ്യാം. അതുകൊണ്ട് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ നാം സത്യം ചെയ്യരുത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് സത്യം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു രീതി പ്രവാചകന്റെ ജീവിതത്തിലില്ല, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും ഇല്ല. വളരെ കൃത്യമായി മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതുപോലെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലോ ഖുർആൻ കൊണ്ട് സത്യം ചെയ്യുന്ന ഒരു പ്രവണത തന്നെ ഉണ്ടായിട്ടില്ല. ഇനി ഈ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം ഒരാൾ ഖുർആൻ കൊണ്ട് സത്യം ചെയ്താൽ അവന്റെ സത്യം ശരിയാകില്ല എന്നതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. എന്നാൽ ബാക്കിയുള്ള 3 മദ്ഹബിന്റെ ഇമാമികളുടെയും അഭിപ്രായം ഖുർആൻ കൊണ്ട് സത്യം ചെയ്താൽ അത് ശരിയാകുമെന്ന് തന്നെയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ സത്യം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്ഥിതി നോക്കിയിട്ടാണ് അത് ശരിയാകുമോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഖുർആൻ റബ്ബിന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. അല്ലാഹു സംസാരിക്കുന്നവനാണ്. അത് അല്ലാഹുവിന്റെ സിഫത്താണ്, അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അപ്പോൾ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ സിഫത്ത് കൊണ്ട് ഒരാൾക്ക് സത്യം ചെയ്യാം. അപ്പോൾ ഒരാൾ ഖുർആൻ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ഈ ഖുർആൻ റബ്ബിന്റെ കലാമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ ഖുർആൻ കൊണ്ട് സത്യം ചെയ്താൽ അതിൽ തെറ്റില്ല. എന്നാൽ ഒരാൾ ഖുർആൻ കയ്യിലെടുത്തിട്ട് ഇത് ഖുർആനാണ്, ഇതൊരു കിതാബാണ്, ഇതൊരു വേദഗ്രന്ഥമാണ്, ഇതൊരു ബുക്കാണ്, അതല്ലെങ്കിൽ ഇതൊരു പേപ്പറാണ്, അല്ലെങ്കിൽ ഇതിന്റെ മഷി, ഇതിന്റെ എഴുത്ത്, ഇതിന്റെ പുറംചട്ട എന്നിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇത് റബ്ബിന്റെ വചനമാണ് എന്നൊന്നും വിശ്വസിക്കാതെ, അങ്ങനെ മനസ്സിൽ വിചാരിക്കാതെ വെറുതെ ഖുർആൻ കയ്യിലെടുക്കുക, ഖുർആൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് ശിർക്കുൽ അസ്ഗറാണ് എന്ന് വരെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞ് സൂക്ഷ്മതയുടെ ഭാഗം എന്ന നിലക്ക് നാം എന്ത് ചെയ്യുക? ഖുർആൻ കൊണ്ട് സത്യം ചെയ്യലല്ല, നബിയോ സ്വഹാബത്തോ ചെയ്തിട്ടില്ല, അല്ലാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക. ഇനി ഖുർആനിനെ കൊണ്ട് സത്യം ചെയ്യേണ്ടി വന്നാൽ ഇത് റബ്ബിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സംസാരമാണ്. ആ വിശ്വാസത്തോടുകൂടി ഒരാൾ ഖുർആൻ കൊണ്ട് സത്യം ചെയ്താൽ അതിൽ തെറ്റില്ല. അതല്ലാതെ ഇത് ഖുർആനിന്റെ ഒരു കോപ്പിയാണ് എന്ന വിശ്വാസത്തോടുകൂടി സത്യം ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. മറ്റൊരു സംശയം കൂടി കഴിഞ്ഞ ആഴ്ച ആളുകൾ ചോദിച്ചു. അപ്പോൾ കോടതിയിൽ ചെല്ലുമ്പോൾ ഓരോ വിശ്വാസത്തിനും അനുസരിച്ച് ഓരോരോ മതവിശ്വാസികൾ, ഇപ്പൊ മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ കയ്യിൽ ഖുർആൻ കൊടുക്കുന്നു, ക്രൈസ്തവരാണെങ്കിൽ അവരുടെ കയ്യിൽ ബൈബിൾ കൊടുക്കുന്നു, ഹൈന്ദവരാണെങ്കിൽ അവരുടെ കയ്യിൽ അവരുടേതായ വേദഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് ആ ഗ്രന്ഥം കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരു സത്യം ചെയ്യിപ്പിക്കുന്ന കോടതിയില്ല. ഞാൻ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട 2 അഡ്വക്കേറ്റുമായി ഈ വിഷയത്തെ കുറിച്ച് ഒരു ധാരണ വരുത്താനായി ഞാൻ സംസാരിച്ചു. ഞാൻ ഒരു വെള്ളിയാഴ്ച മെമ്പറിൽ ചർച്ച ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയണം. എന്താണ് അവിടെ നടക്കുന്നത്? ഒരു മുസ്ലിം ചെന്നാൽ അവന്റെ കയ്യിൽ ഒരു ഖുർആനോ, ഒരു ക്രിസ്ത്യാനി ചെന്നാൽ അവന്റെ കയ്യിൽ ബൈബിളോ കൊടുത്തിട്ട് ആ വേദഗ്രന്ഥം കൊണ്ട് അങ്ങനെ ഓരോ മതവിശ്വാസിയെയും അവരുടെ വേദഗ്രന്ഥം കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്ന രീതി കോടതിയിലില്ല. അത് ടിവിയിലേക്ക്, മറ്റു പ്രോഗ്രാമില്, അതല്ലെങ്കിൽ മുമ്പൊക്കെയുള്ള സിനിമകളിലേക്ക് ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ വക്കീൽമാരെ പറയുന്നത്
കോടതിയിൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സംശയവും നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ കണ്ടിട്ടുള്ള ചാനൽ TV പ്രോഗ്രാമുകളാണെങ്കിൽ തന്നെ നാം മനസ്സിലാക്കി അവരുടെ കയ്യിലേക്ക് ഈ ഗ്രന്ഥം കൊടുക്കുന്നു, എന്നിട്ട് ആ ഗ്രന്ഥത്തെ കൊണ്ടാണോ സത്യം ചെയ്യിപ്പിക്കുന്നത്? അല്ല. ആ ഗ്രന്ഥം ഒന്നുകിൽ കയ്യിൽ കൊടുക്കുകയോ അതിൽ കൈവെപ്പിക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് കോടതി ആ ഗ്രന്ഥം കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ ഒരു സത്യപ്രതിജ്ഞ മാത്രമാണ് നടക്കുന്നത്. ആ സത്യപ്രതിജ്ഞ എന്താ? ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കുകയുള്ളൂ, സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കുകയില്ല. അവിടെയും ദൈവത്തെയാണ് സാക്ഷിയാക്കി സത്യം ചെയ്തുകൊണ്ട് ഏതൊരാളെ കൊണ്ടും ആ കൂട്ടിൽ നിർത്തി പറയിപ്പിക്കുന്നത്. ഏതൊരാൾ ദൈവവിശ്വാസി അല്ലാതെ വിചാരിക്കും. അങ്ങനെ ഒരാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ ഇത്രേ പറഞ്ഞാൽ മതി എന്ന് കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ, സത്യമല്ലാത്ത യാതൊന്നും ബോധിപ്പിക്കുകയില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, സത്യം ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും കൊണ്ട് നാം സത്യം ചെയ്യാതിരിക്കുക. അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്, ശിർക്കാണ്, നമ്മുടെ ഈമാനെ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന വളരെ ഗൗരവമേറിയ വിഷയമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിൽ വീടുകളിലൊക്കെ ചെന്ന് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം. കാരണം നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം UP പോലും ഒരാൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ മനുഷ്യൻ ആ പ്രോഗ്രാമിൽ വന്ന് തിരിച്ചുപോയി. ആ മനുഷ്യൻ പോകുമ്പോ ആ മനുഷ്യൻ ചവിട്ടിയ മണ്ണ്, അതല്ലെങ്കിൽ ആ മനുഷ്യന്റെ വാഹനം പോയപ്പോൾ പാറി നടക്കുന്ന പൊടി അതിലെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി 100 ചില്ലാനും ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ആ ദൈവങ്ങളുടെ പിന്നാലെ മനുഷ്യ സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. എത്രത്തോളം സിയാറത്തിന്റെ പേരും പറഞ്ഞ് അല്ലാഹുവല്ലാത്ത മഹാന്മാരിലേക്ക്, അവരുടെ ജാറങ്ങളിലേക്ക് സിയാറത്തിന്റെ പേരും പറഞ്ഞ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്, ടൂർ കൊണ്ടുപോവുകയാണ്, യാത്ര ചെയ്യിപ്പിക്കുകയാണ്. എത്രത്തോളം ഈ സലഫി മസ്ജിദിന്റെ മുന്നിൽ ഈ റോഡ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് കരുതി ഇവിടെ കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ഖബറിലേക്ക് പുണ്യം തേടി യാത്ര പോകുന്ന മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മൂവാറ്റുപുഴ പ്രദേശത്ത് ജീവിക്കുന്നവരാണ് ഞാൻ നിങ്ങളും എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قال الإمام غير المغضوب عليهم ولا الضالين فقولوا آمين فإنه من وافق قوله قول الملائكة غفر له ما تقدم من ذنبه. رواه البخاري ومسلم. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഉച്ചകൈകളായി ചെയ്യുവാൻ ഉണർച്ചയാണ്, ഉപദേശിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച നമസ്കാരവുമായി ബന്ധപ്പെട്ട, നമസ്കാരത്തിലെ ആമീൻ ചൊല്ലലുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് നിങ്ങൾ കേൾപ്പിച്ചത്. ഇദാ ഖാല ഇമാം, ഇമാം പറഞ്ഞാൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ അവസാനിച്ചു. അത് കഴിഞ്ഞാൽ ഇമാം എന്ത് ചെയ്യുന്നു? ആമീൻ പറയുന്നു. അങ്ങനെ ഇമാം ആമീൻ പറഞ്ഞാൽ ഫഖൂലു ആമീൻ, നിങ്ങളും എന്ത് ചെയ്യുക? നിങ്ങളും ആമീൻ പറയുക. പ്രവാചകൻ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ആമീൻ പറയുന്നു, മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നു. ആ സമയത്ത് ആകാശ ലോകത്തിൽ അല്ലാഹുവിന്റെ മലക്കുകളും ആമീൻ പറയുന്നു. ഫൈനഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികതി, നിങ്ങളുടെ ആമീൻ പറച്ചിലും മലക്കുകളുടെ ആമീൻ പറച്ചിലും അത് യോജിച്ചു വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുക. സുബ്ഹാനല്ലാഹ്. ഒരു ആമീൻ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, വൻ പാപങ്ങൾ ഒഴിച്ച്. ആകെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ എന്തേ പറയേണ്ടതുള്ളൂ? ഒരു ആമീൻ മാത്രം ഒച്ച പറഞ്ഞാൽ, ബാക്കിയെല്ലാം നിങ്ങൾ മനസ്സിലല്ലേ പറയുന്നത്? ബാക്കിയെല്ലാം ഒച്ച പറയുന്നത് ഇമാമു മാത്രമാണ്. തക്ബീറാണെങ്കിലും
അതുപോലെ തന്നെ ഫാത്തിഹയാണെങ്കിലും സൂറത്തുകളാണെങ്കിലും ഇതെല്ലാം ഒച്ചേ പറയല് ഇമാമിന്റെ ഡ്യൂട്ടിയാണ്. പിന്നീടുള്ള ആളുകൾ ആകെ വാദം എന്ന് പറയുന്നത് ആമീൻ മാത്രമാണ്. ഫാത്തിഹയുടെ അവസാന പ്രാർത്ഥനയാണ് ആമീൻ. ഈ പ്രാർത്ഥന സ്വീകരിക്കണേ എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാഹുവേ, നേരായ മാർഗത്തിലൂടെ നീ ഞങ്ങളെ നയിക്കണം. അഥവാ നീ അനുഗ്രഹിച്ച നബിമാര്, സിദ്ദീഖുകള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. നിന്റെ കോപത്തിനിരയായ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. വഴിവിളിച്ചു പോയ നസാറാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. എന്നിട്ടാണ് ആമീൻ പറയുന്നത്. ഈ ആമീൻ പോലും നേരെ ചൊവ്വ പറയാനുള്ള താക്കത്തില്ലാത്ത ആളുകളായി നമ്മുടെയൊക്കെ പള്ളിയിലെ മാമൂമിയങ്ങൾ മാറിപ്പോന്നുള്ള സംഘടനയാണ്. തീറ്റക്കൊരു കുറവുമില്ല, ആരോഗ്യത്തിനൊരു കുറവുമില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഓടിക്കിടന്ന് അങ്ങാടിക്കിടന്ന് വീട്ടില് ഭാര്യയുടെ അടുത്ത് മക്കളുടെ അടുക്കലൊക്കെ വേണ്ടുവോളം ഒച്ചെടുക്കാറുണ്ട്. പള്ളിയിൽ വന്നിട്ട് ഒരു ആമീൻ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് ഒന്നും ഒച്ചയിൽ പറയാൻ ചെറിയ കാലം നിസ്കരിച്ചിട്ട് നമ്മളത് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീനും മലക്കളുടെ ആമീനും ഒന്നിച്ചു വന്നാൽ മുൻകഴിഞ്ഞ ചെറുപാവങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞു സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ മസ്ജിദുൽ നബവി സ്വഹാബത്തിന്റെ ആമീൻ കൊണ്ട് ശബ്ദമുഖരിതമായി ചിരികയാണ്. നമ്മൾ ഒരു 100 ആളുണ്ടെങ്കിലും 4 ആളുടെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ ആമീൻ കെട്ടി കഴിഞ്ഞാൽ. ആ കോലത്തിലായി മാറരുത്. അതുകൊണ്ട് ശബ്ദമുയർത്തി ആമീൻ എന്ന് തന്നെ നമ്മൾ പറയുക. അവിടെ ആ എന്ന് നീട്ടുമ്പോൾ തജ്വീദ് അനുസരിച്ച് ആ എന്നത് 2 ഹർക്കത്തും മീൻ എന്നത് 6 ഹർക്കത്തുമാണ് നാം അവിടെ നീട്ടേണ്ടത്. എന്നാൽ തജ്വീദിൽ തന്നെ വ്യത്യസ്തമായ ഖാരികളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ആ അഭിപ്രായം അനുസരിച്ച് ഇമാം വർഷിന്റെ അഭിപ്രായം അനുസരിച്ച് ആ എന്നതും 6 ഹർക്കത്ത് നീട്ടാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കാണാം. ആമീൻ എന്ന അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി, ഹൃദയത്തിൽ തട്ടി വാ തുറന്ന് ശബ്ദമുയർത്തി എല്ലാവരും ഒരുപോലെ പറയണം എന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.